ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായിട്ട് തിയേറ്ററിലെത്തിയ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം ഇന്ന് 10ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 10ാമത്തെ ദിവസം രണ്ടാം ശനിയാഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും ഇതുവരെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബസൂക്കയുടെ രണ്ടാം ശനിയാഴ്ചയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിൻ്റെ കളക്ഷനിൽ വർധനവുണ്ടാവാനാണ് സാധ്യത. സിനിമയ്ക്ക് ഇതുവരെയുള്ള 9 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടിയിലേക്കും അതോടൊപ്പം തന്നെ സിനിമയുടെ 9 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 12.5 കോടിയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നും നാളെയും ചിത്രത്തിന് വേൾഡ് വൈഡ് വീക്കെൻഡ് വരികയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വീക്കെൻഡിൽ സിനിമ നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുത്ത് 30 CRലേക്ക് ബസൂക്ക എന്ന നെഗറ്റീവ് വന്ന ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. കൂട്ട ക്ലാഷ് റിലീസായിട്ട് അനേകം സിനിമകൾ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബസൂക്ക എന്ന ചിത്രത്തിന് അത് വലിയ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ ക്രിസ്മസ് മാസം തിയേറ്ററിലെത്തി നെഗറ്റീവ് റിപ്പോർട്ട് നേടിയ ലാലേട്ടൻ മൂവി ആയിരുന്നല്ലോ ബറോസ് എന്ന് പറയുന്ന ചിത്രം. ആ ഒരു പാൻ ഇന്ത്യൻ മൂവി, അതും 3Dയിൽ തിയേറ്ററിലെത്തിയ മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 150 കോടിയോളം ആയിരുന്നു. ആ ഒരു സിനിമയുടെ 3D ചാർജ് ഉൾപ്പെടെ ആ ഒരു സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 20 കോടി പോലും ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതിനെയൊക്കെ ഇന്നേ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രം മറികടന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീക്കെൻഡും കൂടെ തീയാക്കി മാറ്റിയാൽ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ എന്തായാലും വേൾഡ് വൈഡ് 30 CRയിൽ ടച്ച് ചെയ്യും. കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.